What's up guys, welcome back another video. വാഹന ലോകത്തെ അമ്പരിപ്പിച്ച രണ്ട് വണ്ടികളാണ് മഹേന്ദ്ര ഇറക്കിയിട്ടുള്ളത്. XCV9 അതുപോലെ തന്നെ B6ഉം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ രണ്ട് വണ്ടികളിലും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ രണ്ട് വണ്ടികളിലും എക്സ്റ്റീരിയലും ഇൻറ്റീരിയലും ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഫീച്ചേഴ്സ് എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അധികം ആരും പറയാത്ത 33 കിഡ്കാച്ച് ഫീച്ചേഴ്സാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷ് എബ്രഹാം. ഫസ്റ്റ് ഫീച്ചറാണ് ഗ്രൂം മീ. അതായത് ഈ വണ്ടിയുടെ ഫ്രണ്ട് ലൈറ്റുകൾ ഡാൻസ് ചെയ്യും. നിങ്ങൾ വെക്കുന്ന പാട്ടിനനുസരിച്ച് ഇതിൻ്റെ ഫ്രണ്ട് ലൈറ്റ്സ് എല്ലാം തന്നെ ഡാൻസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻറ്റിന് വണ്ടി കൊണ്ട് നിർത്തുക, ഡാൻസ് കളിച്ച് വൈബ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കാച്ച് ഫീച്ചറാണ് ഗ്രൂമി. രണ്ടാമത്തെ ഫീച്ചർ അടിപൊളിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് സൈഡിലായിട്ട് എല്ലാ വണ്ടീനെ പോലെ ഫ്രണ്ട് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും കിടുക്കാച്ചൊരു ഓപ്ഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരു മീറ്റ് എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് സൈഡിൽ തന്നെ വയ്ക്കാം. അത് മാത്രമല്ല, ഇത് എവിടെ ഒരു സാധനമുണ്ട്, ഈ സാധനം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വാഷൊക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് തന്നെ ഈ ഒരു ഫ്രണ്ട് നമുക്ക് സൂക്ഷിക്കാനും പറ്റും. ഒരു അടിപൊളി ഓപ്ഷനാണിത്. മൂന്നാമത്തെ ഫീച്ചർ, ഈ വണ്ടി എവിടെയെങ്കിലും നമ്മൾ പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ചുറ്റുമുള്ള വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാം. വണ്ടി ഓൺ ആവണമെന്നൊന്നുമില്ല, നമ്മളിപ്പോൾ വീടിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൂരത്ത് പാർക്ക് ചെയ്താൽ പോലും നമുക്ക് ചുറ്റും ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ വീഡിയോസ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്കത് ഫോണിൽ കാണാനും പറ്റും. നാലാമത്തെ ഫീച്ചർ അടിപൊളി ഫീച്ചറാണ്. ഈ ഫീച്ചർ കേട്ടാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും. നമ്മൾ പറഞ്ഞു ഇതിന് ചുറ്റുമുള്ള വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ആളോട് എന്ത് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. അടിപൊളി ഫീച്ചറല്ലേ? അതായത് ഞാനിവിടെ നിന്ന് ഇങ്ങനെ മാന്തോ പിടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യരുതെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരാളെ നമുക്ക് ഈ കസ്റ്റമർക്ക് വാൺ ചെയ്യാൻ പറ്റും. അടിപൊളി ഫീച്ചറാണ്, എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഫീച്ചറാണിത്. അഞ്ചാമത്തെ ഫീച്ചർ, ഇത് തികച്ചും അമേസിംഗ് ആണ്, ഞെട്ടിയിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഈ വണ്ടി നമുക്ക് ഡ്രൈവർലെസ് കാറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഡ്രൈവർ ഇല്ലാതെ ഉപയോഗിക്കുക എന്നുള്ളതല്ല, നമുക്കൊരു ലിങ്ക് അയച്ചുകൊണ്ട് മാത്രം ഈ വണ്ടി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് എൻ്റെ വണ്ടി കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പാർക്ക് ചെയ്ത് ഞാൻ ബാംഗ്ലൂർക്ക് യാത്ര തിരിച്ചു. ബാംഗ്ലൂർ എത്തിയപ്പോഴാണ് എൻ്റെ വണ്ടി അത്യാവശ്യമായിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു ലിങ്ക് അയച്ചുകൊണ്ട് തന്നെ ഈ വണ്ടി കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിൽ നിന്ന് എടുക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു കിടുക്കാച്ചി ഫീച്ചർ ഈ വണ്ടിയിൽ നമുക്കുണ്ട്. ആറാമത്തെ ഫീച്ചർ, ഒരു പ്രീമിയം വണ്ടികളിൽ ഞാൻ ഇതുവരെ കാണാത്തൊരു ഫീച്ചറാണ്, എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഫീച്ചറാണ്. അതായത് ഈ വണ്ടിയുടെ വൈപ്പർ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വാട്ടർ ഉണ്ടാവണം. വാട്ടർ ഇല്ലെങ്കിൽ ഇതിൻ്റെ വൈപ്പർ വർക്കാവില്ല. അത് മെയിൻലി സേഫ്റ്റി ആയിട്ട് നമ്മുടെ ഗ്ലാസ് സൂക്ഷിക്കാൻ സഹായിക്കും. അതായത് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ വൈപ്പർ ഓൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസ്സിൽ ഒരുപാട് സ്ക്രാച്ചസ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് എപ്പോഴും സെക്യൂർ ആയിട്ടിരിക്കുന്നതായിരിക്കും. ഫ്രണ്ട് ഗ്ലാസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. സൈഡ് ഗ്ലാസും ഭയങ്കര സ്പെഷ്യാലിറ്റിയുള്ള ഗ്ലാസ്സാണ്. ഡബിൾ ലെയർ സാൻഡ്വിച്ച് ഗ്ലാസ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, വളരെ നല്ല തിക്നെസ് ആണ്. UV പ്രൊട്ടക്റ്റഡ് ആണ്. 99.5% UV പ്രൊട്ടക്റ്റഡ് ആണ്. എട്ടാമത്തെ ഫീച്ചർ, പെറ്റ്സ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. എക്സാമ്പിളായിട്ട് നിങ്ങളുടെ പെറ്റ്സിനെ കൊണ്ട് നിങ്ങൾക്കൊരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനി നിങ്ങൾക്ക് പുറത്തിറക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പെറ്റ്സിനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുറത്തു പോകാൻ പറ്റും. ഈ മോഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പെറ്റ്സ് വളരെയധികം സേഫാണ്, എയർ സർക്കുലേറ്റഡ് ആയിരിക്കും, ചൂടുണ്ടാവില്ല. വളരെ പ്രത്യേകതയുള്ള ഒരു ഫീച്ചറാണ് പെറ്റ്സ് മോഡ്. ഒമ്പതാമത്തെ ഫീച്ചർ യങ്സ്റ്റേഴ്സിനെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. 0 to 100 ആവാൻ ഈ വണ്ടിക്ക് വെറും 6.7 സെക്കൻഡ് മതി. പത്താമത്തെ ഫീച്ചർ, ഈ വണ്ടി കാണുന്ന പല ആളുകളും ചോദിക്കും ഇതൊരു MUV വാഹനമാണെന്നും. ഇത് SUV വാഹനമാണ്. മാത്രമല്ല ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 207 mm ആണ്. ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് 19 ഇഞ്ചാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഉള്ളത്. 11, ഈ വണ്ടി 100 കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യുകയാണെന്നിരിക്കട്ടെ, ഈ വണ്ടി പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. സഡൻലി സ്റ്റോപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വെറും 40 മീറ്റർ കൊണ്ട് തന്നെ ഈ വണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. 12ാമത്തെ ഫീച്ചർ, നല്ലൊരു ഡ്രൈവറിന് എപ്പോഴും നല്ല ടേണിംഗ് റേഡിയസ് ഉള്ള വണ്ടിയായിരിക്കും ആഗ്രഹിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു വണ്ടി നോക്കാവുന്നതാണ്. ഈ വണ്ടിയുടെ ടേണിംഗ് റേഡിയസ് വരുന്നത് വെറും 5 മീറ്റർ ആണ്. 13ാമത്തെ ഫീച്ചർ, പല ആളുകളും ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോൾ ആദ്യം നോക്കുന്നത് അതിൻ്റെ റേഞ്ചാണ്. ഈ വണ്ടിക്ക് കമ്പനി നൽകുന്നത് 500 എബോവ് റേഞ്ചാണ്. മാത്രമല്ല ലൈഫ് ടൈം വാറൻറ്റിയാണ് ബാറ്ററിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല നിങ്ങൾ ഇനി ഒരു സെക്കൻഡ് ഓണർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നൽകുന്നത് 2 lakh കിലോമീറ്റർ വരെ പരിധിയും 10 years ബാറ്ററി വാറൻറ്റിയുമാണ് കമ്പനി നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടി ധൈര്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ എടുക്കാവുന്നതാണ്. 14ാമത്തെ ഫീച്ചർ, പല വീഡിയോകളിലൂടെയും വൈറലായിട്ടുള്ള ഫീച്ചറാണ് ഓട്ടോ പാർക്ക്. ടെസ്ല പോലുള്ള ലോകോത്തര ബ്രാൻഡുകൾ നൽകുന്ന
ഓട്ടോ പാർക്ക് ഫീച്ചറാണ് ഈ വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. പല പ്രീമിയം വണ്ടികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഹൊറിസോണ്ടലായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാം, പാരലലായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വണ്ടിയിൽ തിരിച്ചും മറിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. വളരെ അടിപൊളി ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഓപ്ഷനാണ് നമുക്ക് ഈ വണ്ടി കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ കീ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഓട്ടോ പാർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അമേസിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്ക്. അതായത് നമ്മളൊരു വണ്ടി പാർക്ക് ചെയ്തേക്കാണ്. ഈ പാർക്ക് ചെയ്ത വണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ട്രാഫിക് ഉള്ള സ്ഥലത്തിൽ കൂടെ അല്ലെങ്കിൽ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ കൂടെ നമ്മൾ എടുത്തിട്ട് പോകുമെന്ന് വിചാരിക്കുക. ഒരു 50 മീറ്റർ നമ്മൾ പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തിരിച്ച് വരാൻ നമുക്ക്, അതായത് ആ വഴി കൂടെ പോയില്ല, നമുക്ക് വണ്ടി റിവേഴ്സ് വരണമെന്ന് വിചാരിക്കാം. ഈ വണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ 50 മീറ്റർ റിവേഴ്സ് വന്ന് നമ്മൾ എവിടെയാണോ വണ്ടി എടുത്തത് ആ സ്ഥലത്ത് തന്നെ ഈ വണ്ടി പാർക്ക് ചെയ്യുന്നതായിരിക്കും. അമേസിങ് ഫീച്ചർ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അമേസിംഗ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഫീച്ചേഴ്സാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മഹേന്ദ്രയുടെ ഈ 2 വണ്ടികൾക്കും എൻകാപ്പിൻ്റെ 5 സ്റ്റാർ റേറ്റിംഗ് ആണുള്ളത്. മാത്രമല്ല ഈ വണ്ടിയിൽ നമുക്ക് 7 എയർ ബാഗുകളാണ് ടോട്ടലായിട്ടുള്ളത്. പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും മഹേന്ദ്ര വരുത്തിയിട്ടില്ല. ഔട്ട്സൈഡും ഇൻറ്റീരിയലും വളരെയധികം സെക്യൂർഡാണ്. ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ക്യാമറ ഡിറ്റക്ഷൻ. അതായത് നമ്മൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ രാത്രിയൊക്കെ നമുക്ക് ഉറക്കക്ഷീണമൊക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എന്ത് ചെയ്യും, ഈ ക്യാമറ ഡിറ്റക്റ്റ് ചെയ്യും, നമുക്ക് വാർണിംഗ് തരും, സ്റ്റിയറിംഗ് ജസ്റ്റ് ഒന്ന് ഷിവർ ചെയ്യും. നമ്മളിപ്പോൾ XC90 വോൾവോയുടെ വണ്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സെയിം ഫീച്ചർ ഇതിനകത്ത് നമുക്ക് വോയിസ് അസിസ്റ്റൻ്റ് കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ അടുത്ത് പറയും, ലൗഡ്ലി നമ്മുടെ അടുത്ത് പറയും, നിങ്ങളിപ്പോൾ പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ച് പോകണം, അല്ലെങ്കിൽ നമുക്കുള്ള വാർണിംഗ് പ്രോപ്പർലി നമുക്ക് നൽകുന്ന ഒരു ഫീച്ചറാണ്. ഇവിടെ നമുക്കൊരു ക്യാമറ ഉണ്ട്. ഈ ക്യാമറയാണ് നമ്മുടെ കണ്ണൊക്കെ അടഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എന്ത് ചെയ്യും, ക്യാമറ ഡിറ്റക്റ്റ് ചെയ്ത് നമ്മളെ നേർ വഴിയിലേക്ക് നയിക്കുന്ന ഒരു കിടുക്കാച്ചി ഫീച്ചറാണ് 18ാമത്തെ ഫീച്ചർ. മഹേന്ദ്രയുടെ ഈ 2 വണ്ടികൾ ഇറങ്ങിയ സമയത്ത് ഞാൻ കൂടുതലായിട്ട് കണ്ടൊരു വീഡിയോ ആണ് സസ്പെൻഷൻ. അതായത് വൈൻ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു പൊട്ടാതെ തട്ടാതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വൈൻ ഗ്ലാസ് ഫ്രണ്ടിൽ വെച്ചിട്ട് ബോണറ്റിൽ വെച്ചിട്ട് പോകുന്നൊരു വീഡിയോ. ഈ വണ്ടിയുടെ സസ്പെൻഷനാണത്. അതായത് ഫൈലിംഗ് സസ്പെൻഷനാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫീച്ചറൊക്കെ നമ്മൾ ലക്ഷറി വണ്ടികളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ വണ്ടിയുടെ സസ്പെൻഷൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ല. അടുത്തൊരു ഫീച്ചറാണ് വിഷൻ എക്സ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ. അതായത് ഈ ഡിസ്പ്ലേയിൽ നമുക്ക് കിലോമീറ്റർ സ്പീഡ് കാര്യങ്ങളെല്ലാം നോർമൽ വണ്ടികളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ ഡിസ്പ്ലേയിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് നാവിഗേഷനും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ, അതായത് ഈ ഗ്ലാസിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ പല കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു അടിപൊളി ലക്ഷറിയസ് വണ്ടിയാണ് നമ്മുടെ മഹേന്ദ്രയുടെ XUV9 B6. 21ാമത്തെ ഫീച്ചർ ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ADAS 2+ ആണ്. അതായത് നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് നോർമലി നമ്മൾ അഡാസിൽ പറയാറ്. ഈ വണ്ടിയിൽ ഡിറ്റക്ഷൻ മാത്രമല്ല, നമുക്ക് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എന്ത് ചെയ്യും, വണ്ടി വെട്ടിച്ച് കയറി പോകുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നുണ്ട്, ആ വണ്ടി നമുക്ക് വെട്ടിച്ച് കയറി പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അഡാസ് കൺട്രോൾ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആ വണ്ടീനെ വെട്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ഫീച്ചർ. 22ാമത്തെ ഫീച്ചർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു വണ്ടിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സൗണ്ട് സിസ്റ്റമാണ് ഈ വണ്ടിക്കുള്ളത്. 16 സ്പീക്കേഴ്സ് ഈ ഹെഡിൻ്റെ ഇവിടെ ഈ ഭാഗത്തൊക്കെ 2 ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് 16 സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 1400 വാട്ട്സിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പ്രീമിയം വണ്ടികളിൽ ഏകദേശം ഒരു 1 കോഴ്സിൻ്റെയൊക്കെ പ്രീമിയം വണ്ടികളിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫീച്ചർ, അതായത് ഇത്രയും സൗണ്ട് സിസ്റ്റം, അത്ര നല്ലൊരു സൂപ്പർബായിട്ടുള്ള സൗണ്ട് സിസ്റ്റം കാണാൻ പറ്റുള്ളൂ. അടിപൊളി സൗണ്ട് സിസ്റ്റം, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ മറ്റൊരു അടിപൊളി ഫീച്ചറാണ് ഇൻഫിനിറ്റി റൂഫ്. അതായത് ഈ കാണുന്ന ഈ മൂൺ റൂഫ് കണ്ടില്ലേ, ഇതിനെ ഒരു കമ്പനി പറയുന്നത് ഇൻഫിനിറ്റി റൂഫ് എന്നാണ്. അതായത് ഇതിനകത്ത് ഇൻറ്റൻസിറ്റി കണ്ടില്ലേ, ഇതിനകത്ത് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് 16 മില്യൺ ടൈപ്പ് ഓഫ് കളേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റ്സിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് പാട്ടിനനുസരിച്ചുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ അല്ലേ. പുറമേ നിന്ന് നോക്കുമ്പോഴും ഈ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുമോ, അത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എനിവേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി, കളേഴ്സും കാര്യങ്ങളെല്ലാം മാറി മാറി വരുന്ന ഒരു സംഭവമാണിത്. 24ാമത്തെ ഫീച്ചർ എന്താ അറിയോ, ഈ വണ്ടി നമുക്കൊരു തിയേറ്റർ എഫക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയം എഫക്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു സ്റ്റേഡിയത്തിൽ നമ്മൾ എങ്ങനെ ഇരുന്നാണോ പാട്ട് കേൾക്കുന്നത്, ആ ഒരു എഫക്റ്റിൽ നമുക്ക് ഇതിനകത്ത് പാട്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. തിയേറ്ററിൽ നമ്മൾ എങ്ങനെയാണോ ഒരു പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഒരു സൗണ്ട് സിസ്റ്റം എങ്ങനെയായിരിക്കും, അതുപോലെ നമുക്ക് ഇതിനകത്ത് ഈ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു അടിപൊളി ഫീച്ചറാണ്, ഒരു രക്ഷയില്ല അതിൻ്റെ സൗണ്ട് എഫക്റ്റ്. ഇതിൻ്റെ സ്പീക്കേഴ്സ് എല്ലാം ഹർമാൻ്റെ ആണ്. മാത്രമല്ല
AR റഹ്മാനാണ് ഈ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് കൺഫർമേഷൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ക്വാളിറ്റിയും ഒരു രക്ഷയില്ലാത്ത വിഷ്വൽസും ഒരു രക്ഷയില്ലാത്ത ആംബിയൻസുമാണ് ഈ വണ്ടീൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുക. 25ാമത്തെ ഫീച്ചർ, ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള, അതായത് കുട്ടികൾക്ക്, ബിസിനസ്സുകാർക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ഈ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് വീഡിയോ കോൾ, സൂം മീറ്റിംഗ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ, നമുക്ക് എല്ലാ സീറ്റിലിരിക്കുന്നവരും പ്രോപ്പറായിട്ട് ഈ ഒരു ക്യാമറ കാണാൻ പറ്റും, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ സാധിക്കും. അങ്ങനെ അമേസിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറുള്ള ഒരു ക്യാമറയാണ് കമ്പനി വിളിക്കുന്ന ഐഡൻറ്റിറ്റി എന്ന് പേരുള്ള ഈ ഒരു ക്യാമറ. മറ്റൊരു അടിപൊളി ഫീച്ചർ എന്താ അറിയോ, പല വണ്ടികളിലും നമ്മൾ റഡാർ ക്യാമറകളുണ്ട് അല്ലേ. പ്രീമിയം വണ്ടികളിലാണ് കൂടുതലും റഡാർ ക്യാമറകൾ നമുക്ക് കാണാൻ പറ്റുക. അതായത് ഈ ഒരു വണ്ടിയുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള ക്യാമറകളാണ് ഈ റഡാർ ക്യാമറകളും കാര്യങ്ങളൊക്കെ. പല ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ ലഭ്യമാണ്. ഈ വണ്ടിയിൽ നമുക്കുള്ളത് 5 റഡാർ ക്യാമറകളും ഒരു വിഷൻ ക്യാമറയുമാണ്. 27ാമത്തെ ഫീച്ചർ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. എനിക്ക് കേട്ടപ്പോൾ തന്നെ അത്ഭുതം തോന്നി. നമ്മളിപ്പോൾ ടെൻഷനൊക്കെ ആയിട്ട് ഈ വണ്ടിയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പലതരത്തിലുള്ള മോഡുകളുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ ഈ ക്യാമറ ഡിറ്റക്ട് ചെയ്ത് നമ്മുടെ ടെൻഷൻ, നമ്മുടെ മുഖത്തുള്ള ടെൻഷനൊക്കെ ഈ ക്യാമറ തന്നെ ഡിറ്റക്ട് ചെയ്ത് നമുക്കിപ്പം സീറ്റിംഗ് കംഫർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വയ്ക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു മ്യൂസിക് കേൾക്കണമെന്നുണ്ടെങ്കിൽ കാമായിട്ടുള്ള, കോസി ആയിട്ടുള്ള പല എഫക്ട്സുകൾ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫേസ് മാറുന്നതിനനുസരിച്ചുള്ള എക്സ്പ്രഷനിലുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു മൂഡ് ക്രിയേഷൻ ഈ വണ്ടി തന്നെ നമുക്ക് സെറ്റപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അതൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. 28ാമത്തെ ഫീച്ചർ ഡ്രൈവേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. അതായത് 8 ഡ്രൈവർമാരുടെ 8 പേരുടെ പ്രൊഫൈൽ ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓരോരുത്തരുടെ പല രീതിയിലാണല്ലോ. ഇപ്പോൾ കയറുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ആളെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ AC വെൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡ്രൈവിംഗ് പാറ്റേൺ, ഡ്രൈവിംഗ് പൊസിഷൻ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതും 8 പേരുടെ നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് പ്രീസെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അടുത്തതാണ് ബൂസ്റ്റപ്പ് മോഡ്. അതായത് ഈ വണ്ടി ഇപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് അർജൻറ്റ്ലി പെട്ടെന്ന് തന്നെ ഒരു ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ നമുക്ക് ബൂസ്റ്റപ്പ് മോഡ് ഉണ്ട്. ഒരു 10 സെക്കൻഡിന് വണ്ടി ഇനീഷ്യൽ പവർ, അതായത് സഡൻലി ഒരു പവർ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ആ ഓവർടേക്കിങ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സഹായിക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ചിലപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ നേരത്തേക്ക് ഓപ്പോസിറ്റ് വണ്ടി വരിക, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യലായിട്ട് അതൊരു 10 സെക്കൻഡൊക്കെ നിൽക്കുകയുള്ളൂ, പക്ഷേ നമുക്ക് സഡൻലി നമുക്കതൊരു യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫീച്ചറാണത്. പല വണ്ടികളിലും നമ്മൾ വയർലെസ് ചാർജിങ് കാണാറുണ്ട് അല്ലേ. പക്ഷേ എല്ലാ വണ്ടികളിലും, ഞാൻ മിക്ക കാണുന്ന വണ്ടികളിലൊക്കെ ഒരു വയർലെസ് ചാർജിങ് ആണ് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ വണ്ടിയിൽ നമുക്ക് 2 ഫോണുകൾ നമുക്ക് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. 2 വണ്ടിയിലും പിന്നിലും പുറകിലായിട്ടുണ്ട്. ഒരു വണ്ടിയിൽ ഫ്രണ്ടിൽ തന്നെ നമുക്ക് 2 ഫോണുകൾ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഈ 2 വണ്ടികളിലും ഒരുക്കിയിട്ടുള്ളത്. അടുത്തത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ. അതായത് നമ്മൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, നമ്മൾ കാണാത്ത ഒരു ഏരിയയാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാം. ഈ വണ്ടി തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ട് ചെയ്ത് തരും. നമ്മൾ കാണാത്ത വണ്ടികളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട്, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യും, നമുക്ക് ഡിറ്റക്ഷൻ കാണിക്കും. റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് ഡിറ്റക്ഷൻ കാണിച്ചുകൊണ്ട് തന്നെ സേഫ്ലി നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാം എന്നുള്ളതാണ്. ഈ വണ്ടിയുടെ റിയർ വ്യൂ മിററിന് ഒരു പ്രത്യേകത ഉണ്ട്. ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന ഹൈ ബീം ലൈറ്റ് ഇതെന്ത് ചെയ്യും, കട്ട് ഓഫ് ചെയ്ത് കളയും. അതായത് നമ്മുടെ കണ്ണിലേക്ക് അടിക്കാത്ത രീതിയിൽ കട്ട് ഓഫ് ചെയ്ത് കളയുന്ന ഒരു അടിപൊളി മിററാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ ഏറ്റവും അവസാനത്തെ ഫീച്ചറാണ് 33ാമത്തെ ഫീച്ചർ. ഇതിൽ കൂടുതൽ ചിലപ്പോൾ ഇനി ഫീച്ചേഴ്സ് ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കിയത് 33 ഫീച്ചർ ഉള്ളൂ എന്നാണ് ഏകദേശം. സോ 33ാമത്തെ ഫീച്ചർ, നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ പല മൃഗങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ ചാടാറുണ്ട്. എക്സ്പെഷ്യലി നമ്മുടെ നാടാകുമ്പോൾ ഈ പശു, കന്നുകാലികളൊക്കെ ഫ്രണ്ടിൽ വരാറുണ്ട്. അങ്ങനെയുള്ള കന്നുകാലികളെ പോലും, അതായത് കൗ ഫാമിലിപ്പെട്ട സകല മൃഗങ്ങളെയും ഈ ഒരു വാഹനം ഡിറ്റക്ട് ചെയ്ത്, ഫ്രണ്ടിൽ പോകുന്ന വാഹനങ്ങളെ മാത്രമല്ല കൗ ഫാമിലിപ്പെട്ട മൃഗങ്ങളെയൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന തരത്തിലാണ് മഹേന്ദ്ര ഈ 2 വാഹനങ്ങളും ഒരുക്കിയിട്ടുള്ളത്. അടിപൊളി ഫീച്ചേഴ്സ് ആണ് ഈ 2 വാഹനങ്ങളിലും മഹേന്ദ്ര കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ 33 ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിലെ ഏത് ഫീച്ചറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വീഡിയോയ്ക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എബ്രഹാംസ് വേൾഡ് എന്ന ഈ ചാനൽ കാണുന്നുണ്ട്, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ എനേബിൾ ചെയ്യുക. മറ്റൊരു കിടക്കാച്ചി വീഡിയോ കാണുന്നവരെ ബൈ.